എൻ്റെ പേര് ആർച്ച. ഞാൻ നിതിൻ്റെ ക്ലാസ്മേറ്റാണ്. ഫസ്റ്റ് ഇയർ BDS സ്റ്റുഡൻ്റാണ് അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ. പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. റാം സാറിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സത്യമാണ്. അവൻ്റെ പേപ്പർ എല്ലാവരും മുമ്പിൽ വെച്ച് ഓരോ കുട്ടികളായിട്ട് കൊടുത്ത് വായിപ്പിച്ച് അവനെ നല്ല രീതിക്ക് ഹറാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനെ മാത്രമല്ല, ക്ലാസ്സിനെ ഫുൾ ബോഡി ഷെയിം ചെയ്യാറുണ്ട്. എന്നെ ഫാറ്റി ഗേൾ എന്ന് വിളിക്കാറുണ്ട്. നിറം കുറവാണെങ്കിൽ കറുത്തിട്ടാണ് പറയാറുണ്ട്. നിറം കൂടിയ കുട്ടിയാണെങ്കിൽ യു ലുക്ക് ലൈക്ക് സിൻഡ്രല്ല എന്നും പറയാറുണ്ട്. നമ്മളെയൊക്കെ അപ്പോൾ അങ്ങ് അടിച്ച് താത്ത സംസാരിക്കുന്നത്. ഇപ്പം ഈ ഇൻസിഡന്റ് കഴിഞ്ഞതിന് ശേഷം സീനിയേഴ്സ് നമ്മളോട് പറയുന്നുണ്ട് അവർ ഇങ്ങനെ ഒരു ട്രോമ കടന്നിട്ട് വന്നേ, അവരും സൂയിസൈഡ് അറ്റം വരെ എത്തിയിട്ടുണ്ട്. ഇതിന് മുന്നേ നമ്മളിട്ട് പറഞ്ഞു റാമെന്ന് പറഞ്ഞ സാറുണ്ട്, എല്ലാവരും നോക്കുക, സാർ എന്താണ് പറഞ്ഞത് അത് ചെയ്യുക, സാർ അറ്റൻഡൻസ് കളയും. അതാണ് നമ്മൾ എത്രയും പേടി. അറ്റൻഡൻസ് ഇല്ലെങ്കിൽ എക്സാം പോലും എഴുതാൻ പറ്റത്തില്ല. ക്ലാസ്സിൽ കയറി അന്നത്തെ ദിവസം കളയും, പിറ്റേ ദിവസം കളയും, ഒരു മാസത്തെ വേണമെങ്കിലും അങ്ങനെ കളയും. അത് പേടിച്ചിട്ടാണ് ക്ലാസ്സിൽ പോണേ. ക്ലാസ്സിൽ പോകുമ്പോൾ തന്നെ പറയും നിങ്ങളൊന്നും പഠിപ്പിക്കത്തൊന്നുമില്ല, മതപരമായ കാര്യങ്ങളും ബോഡി ഷേമിങ്ങും മാത്രം. 1 മണിക്കൂർ ക്ലാസ് എങ്കിൽ 55 മിനിറ്റും അത് മാത്രമേ പറയത്തുള്ളൂ. 5 മിനിറ്റ് മാത്രം ക്ലാസ് എടുത്തിട്ട് പോകും. ക്ലാസ് എടുത്തിട്ട് പോയി ഒന്നും പഠിപ്പിക്കാറില്ല. അങ്ങനെ പിറ്റേ ദിവസം വരുമ്പോൾ ടെക്സ്റ്റ് വായിച്ചാൽ ചോദിക്കും, പഠിപ്പിച്ചാലേ ടെക്സ്റ്റ് വായിക്കാൻ പറ്റത്തുള്ളൂ. അത് വായിച്ചില്ലെങ്കിൽ പറയും എല്ലാവരും ഇറങ്ങിപ്പോയിക്കോ, നിങ്ങൾക്ക് 3 മാസത്തെ അറ്റൻഡൻസ് ഇല്ല എന്ന് പറയും. അറ്റൻഡൻസ് ഇല്ലെങ്കിൽ എക്സാം പോലും എഴുതാൻ പറ്റത്തില്ല. എന്ത് പറഞ്ഞാലും ഒന്ന് പറഞ്ഞ് രണ്ടിന് അറ്റൻഡൻസാണ് കളയുന്നത്. അവനെ നന്നായിട്ട് ഹറാസ് ചെയ്യുന്ന അവൻ ടാർഗറ്റ് ആയിരുന്നു സാറിന്റെ. ക്ലാസ്സിൽ വെച്ച് അവനോട് മീറ്റിങ്ങിന് എന്താ വരാത്തേ ചോദിച്ചു പാരന്റ്സ്. അപ്പോൾ പറഞ്ഞു അമ്മയ്ക്ക് വയ്യ, സർജറി കഴിഞ്ഞിട്ടേ ഉള്ളൂ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇനി അമ്മയ്ക്ക് കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ, വരാൻ പറ്റത്തില്ലേ ചോദിച്ചു. അങ്ങനെ അവനോട് എന്തോ പറഞ്ഞു, എന്നാൽ നിന്റെ ഓർഗനും കൂടെ നീ കളഞ്ഞോ എന്നുള്ള രീതിയിലൊക്കെ അവനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ക്ലാസ്സിലിരിക്കുന്ന കുട്ടിയെ വേറെ കുട്ടി കൊണ്ട് അടിപ്പിക്കുക, അടിച്ച് ശരിയായില്ലെങ്കിൽ ചോദിക്കും നീ എന്താ ട്രാൻസ്ജെൻഡർ ആണോ, ഗേ ആണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. നമുക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല അവിടെ. ഞങ്ങൾക്കിപ്പോൾ കംപ്ലൈന്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. പേടിച്ചിട്ടാണ് കംപ്ലൈന്റ് ചെയ്യുമ്പോൾ പിന്നെ സാർ അറിഞ്ഞിട്ട് എന്താ ഇനി പറയാൻ പോകുന്നത്, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ എക്സാം തോപ്പിക്കും, 5.5 വർഷത്തെ കോഴ്സ് 10 വർഷം 12 വർഷം ഇരിക്കേണ്ടി വരും. ആ ഒരു ടെൻഷൻ കാരണം ആരും ഒന്നും ചെയ്യാറില്ല. സാറിന് സസ്പെൻഷൻ എന്തോ കഴിഞ്ഞ വർഷം എന്തോ കിട്ടിയിട്ടുണ്ടായെന്ന് പറഞ്ഞു. സാറ് ക്ലാസ്സിലും പറയാറുണ്ട് എനിക്ക് സസ്പെൻഷൻ കിട്ടിയാലോ ഒന്നുമില്ല, അതിനെക്കാട്ടി ഞാൻ ഊർജ്ജത്തോടെ ഞാൻ ക്ലാസ്സിൽ വരും, നിങ്ങൾ കംപ്ലൈന്റ് ചെയ്തോ, എന്താന്ന് വെച്ചാൽ കംപ്ലൈന്റ് ചെയ്തോ, എനിക്ക് കുഴപ്പമില്ല. ക്ലാസ്സിൽ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ട്, എല്ലാം സത്യ. ആ കുട്ടി പറഞ്ഞതൊക്കെ സത്യ, ഇതിലൊന്നും കള്ളത്തരം ഒന്നുമില്ല. ഞങ്ങൾ നേരത്തെ കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എത്രത്തോളം അത് എത്തേണ്ടവരിൽ എത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ സീനിയറാണ്. അപ്പോൾ ഞങ്ങൾ കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ആദ്യത്തെ സംഭവം അല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ബാച്ച്മേറ്റിൽ നിന്ന് സംസാരിച്ച ശാലവും അവരുടെ ബാച്ചൊക്കെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടില്ല. എന്റെ പേര് കീർത്തി, ഞാൻ ഇപ്പൊ ഫൈനൽ ഇയർ. വിദ്യാർത്ഥികൾ വരാത്ത സാഹചര്യമാണ്. ക്ലാസ്സിൽ തന്നെ എല്ലാവർക്കും ഒരു ഷോക്കായിരുന്നു. ഇതാരും ഒന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ നിതിൻ വീണു എന്ന് മാത്രമേ അറിഞ്ഞു. അപ്പോഴെല്ലാവരും ഫുഡും കാണിട്ട് എല്ലാവരും ഓടിയപ്പം അവിടെ ഫുൾ എന്താണെന്നറിയില്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം, ടീച്ചേഴ്സ് ഓട്ടം, സാറന്മാരോട്ടം, എല്ലാവരും എന്താണെന്നറിയില്ല, എല്ലാവരും ഷോക്കായി. ഇപ്പൊ തളർന്നു പോയി. മരിച്ചെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആയിരുന്നു. എല്ലാവരും അങ്ങ് എന്താ പറയണ്ടേന്ന് അറിയില്ല. ആരും പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യമായി പോയി. നമുക്ക് എല്ലാവർക്കും ഇങ്ങോട്ട് വരണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് മാനസികാവസ്ഥ ശരിയല്ല. ഞാൻ പോലും ഇന്നലത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല, നമുക്ക് കഴിക്കാൻ പോലും പറ്റുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇനി ഇപ്പൊ ഇത് പറഞ്ഞിട്ട് എന്റെ ജീവിതം എന്താവുന്ന പോലും എനിക്കറിയില്ല. പക്ഷെ എനിക്കിത് പറയണം. എനിക്ക് രാത്രി ഉറങ്ങാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല ഇത് പറയാണ്ടിരുന്നിട്ട്. നിതിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനെന്ന് എപ്പോഴും പറയുന്നത് അവൻ. എന്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇങ്ങോട്ട് വന്നേ, വീട്ടിലേക്ക് നമ്മൾ വന്നേ. അപ്പം ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്, ഇങ്ങനെ സാറിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്, അല്ല വേറെ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. നമ്മൾ കാഷ്വാലിറ്റി വന്നപ്പോൾ പേഷ്യൻസ് പറയുന്നുണ്ടായിരുന്നു അവൻ ആ മോളിൽ നിന്ന് ചാടുന്ന കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പം പെട്ടെന്നായിരുന്നു എല്ലാം എന്നുള്ള രീതി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ വേറെ ടോക്കൊന്നും അതിനെ പറ്റി വന്നിട്ടില്ല. ഇല്ല, അന്ന് ക്ലാസ്സിൽ നിതിൻ വന്നിട്ടില്ലായിരുന്നു. നമുക്ക് 1 മണിക്കൂറേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അവൻ B ബാച്ചാ, ഞാൻ A ബാച്ചിന് ഡെന്റൽ ലാബ് ഉണ്ടായിരുന്നു, ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷെ B ബാച്ചിന് അന്നത്തെ ദിവസം ക്ലാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ക്ലാസ്സിൽ വന്നിട്ടില്ലായിരുന്നു. നമുക്ക് 2 മണിയുടെ ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് കണ്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. 2 കുട്ടികൾ എന്തോ നിതിനെ കണ്ടു എന്ന് പറയുന്നത്, പക്ഷേ ബാക്കി ആരും കണ്ടിട്ടില്ല. എനിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് എടുത്തപ്പോഴേ ഇത് അറിയുന്നേ. അപ്പോഴേ തന്നെ എല്ലാവരും പോയി. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഉയർത്തുന്ന കാര്യങ്ങൾ അധ്യാപകർ കേൾക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് അധ്യാപകർ എന്തെങ്കിലും ചെയ്യുന്നു? നിങ്ങൾ തീർച്ചയായും
ഇതിലായിട്ടാണോ നിൽക്കുന്നത് ടീച്ചേഴ്സ് അവർക്ക്? ഇപ്പൊ നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് മാത്രമേ അതിന്റെ കാര്യങ്ങൾ നോക്കത്തുള്ളൂ. ഇപ്പൊ നമ്മൾ ഈ ഡെന്റൽ അനാറ്റമിയുടെ കാര്യത്തിൽ നമ്മൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. തേർഡ് ഇയറിൽ അത് ഓറൽ പാത്തോളജി ആയിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സാർ വന്നിട്ട് ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കംപ്ലൈന്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അറ്റ് ലാസ്റ്റ് നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം എന്നുള്ള രീതിയിൽ പറയാറുണ്ടായിരുന്നു. എപ്പോഴും ഒരു ഭീഷണിപ്പെടുത്തി തന്നെയാണോ നിങ്ങൾ പരാതികളൊക്കെ കൊടുക്കുമ്പോൾ സംസാരിക്കുക? ഇന്ന് സ്റ്റുഡൻസ് പറഞ്ഞ എല്ലാം സത്യമാണ്. എനിക്കിപ്പം ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് ആംസർ ദന്തൽ അനാട്ടമി മാത്രമേ ഉള്ളൂ. പിന്നെ പ്രോസ്റ്റോ കൺസർവേറ്റീവ് അവിടെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ദന്തൽ അനാട്ടമിയിൽ ഈ സാറ് HOD സാറെന്ന് വിളിക്കാൻ പോലും തോന്നുന്നില്ല. ഒരു മൃഗവാ അത്, സാറല്ല അത്. സംഗീത മാം ക്ലാസ്സിൽ എന്താ എല്ലാവരും പഠിപ്പിച്ചിട്ട് പോകുന്നു. സ്റ്റാഫ് റൂമിലെ കാര്യം അറിയത്തില്ല. ഇപ്പം നിതിൻ പറഞ്ഞിങ്ങനെ സ്റ്റാഫ് റൂമിലെ കാര്യം നമ്മളോടൊക്കെ സംഗീത മാം പഠിപ്പിക്കുന്നു പോകുന്നു, വേറെ കാര്യത്തിലൊന്നും അങ്ങനെ ഇടപെടാറില്ല. എന്തോ അവൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ലാസ്റ്റ് ക്ലാസ്സിൽ അവനെ പുറത്താക്കിയപ്പോൾ അവൻ ചോദിച്ചു, ദേവി എന്നെ മാത്രം എന്തിനാ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്, ഞാൻ എന്താ ചെയ്തേ? ഞാൻ പറഞ്ഞു, എടാ നീ കൂളാവും, നമുക്ക് നോക്കാം. അവൻ എന്തോ കുറച്ച് സമയം വിഷമൊക്കെ വരുമ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കണ്ട. ഇപ്പം വീട്ടിലായിരുന്ന സമയത്ത് ഞാൻ അവനെ വിളിക്കാറുണ്ട്, എടാ നീ വാ, ഞാനുണ്ടല്ലോ, നമുക്ക് സംസാരിക്കാം, നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നീ എന്നെ വിളിക്കുക, ഞാനുണ്ടാ, നീ ഒറ്റപ്പെടുവോ അങ്ങനെ ഒന്നും വിചാരിക്കണം, എന്നോട് എല്ലാവരും മിണ്ടും, ഗേൾസ് ആയാലും ബോയ്സ് ആയാലും എല്ലാവരും നിന്റെ കൂടെ ഉണ്ടാവും എന്നും പറഞ്ഞ് ഞാനും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൻ വിളിക്കുമ്പോൾ സംസാരിക്കും, എനിക്ക് വരികയും ചെയ്തു. വീട്ടിലുണ്ടായിരുന്ന സമയത്ത്. അതെ, അതിനെപ്പറ്റി എനിക്കറിയില്ല. അന്നവനും എന്തോ വരാൻ തോന്നുന്നില്ല, പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. കൂടുതൽ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, എന്നോട് പ്രിൻസിപ്പാൾ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് പറഞ്ഞോ, ഞാൻ സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിൽക്കത്തുള്ളൂ, ഞാൻ ഒരിക്കലും സാറിനെ സപ്പോർട്ട് ചെയ്തില്ല, അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ സാർ അന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് ദന്തൽ അനാട്ടമി ഡിപ്പാർട്ട്മെന്റ് ഇനി റാം സാർ വന്നാൽ നമ്മളിപ്പോ പറയുന്നത് എന്താവും എന്നുള്ള ഒരു കൺഫ്യൂഷൻ. ഇപ്പൊ തേർഡ് ഇയറും ഫസ്റ്റ് ഇയറും റാം സാർ ഉണ്ട്. ഇപ്പൊ സാറിന് ഫസ്റ്റ് ഇയർ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തേർഡ് ഇയറിൽ ചെയ്യും. അപ്പൊ ആ ഒരു പേടി കൊണ്ടാണ് ഇപ്പം ആരും ഒന്നും മിണ്ടാത്തത്. എനിക്കിത് പറഞ്ഞ ഓക്കെ, എന്റെ ബാക്കിയുള്ളവർ എനിക്ക് പറയുമെന്ന് എനിക്കറിയാം. അതെ ഞാനായിട്ട് തന്നെ എന്റെ ക്ലാസ്സിൽ പറയാന്ന് വെച്ചേ. ഉണ്ട്, അങ്ങേര് പഠിപ്പിക്കാനേ വരാൻ പാടില്ല. ഒരു കോളേജിലും ഒരു സ്റ്റുഡൻസിനെയും പഠിപ്പിക്കാൻ പാടില്ല. അങ്ങേര് പാടില്ല, സാർ അല്ലത്. ലതാ മാം ഇങ്ങനെ എനിക്ക് സ്ക്രീൻഷോട്ടൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ലതാ മാം നോട്ട്സ് അയച്ചു കൊടുത്ത് പഠിക്കാനുള്ളതൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നല്ല സപ്പോർട്ടീവാണ് എന്നുള്ള രീതിയിലൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ മാം എപ്പോഴും സ്റ്റുഡൻസ് പഠിക്കണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരു മാമാണ്. പഠിക്കുക, എക്സാം ലാസ്റ്റ് സമയമായാലും ഇപ്പൊ ഇന്റേണൽസ് എക്സാമിനൊക്കെ നന്നായിട്ട് നോട്ട് കൊടുക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മാമാണ്. ലതാ മാം അങ്ങനെ ചെയ്യാറില്ല. കാരണം നമുക്ക് ഇപ്പൊ ഞാനിപ്പോ ഫൈനൽ ഇയർ ആയിട്ട് പോലും നമ്മളെ ഇപ്പോഴും കോണ്ടാക്ട് ഉള്ള മാം വളരെ ചുരുക്കം മാമിൽ ഒരാള് ലതാ മാം ആണ്. അപ്പൊ ലതാ മാം ഒന്നും അങ്ങനെ ഒരു എങ്ങനെയെങ്കിലും ആ കുട്ടി രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരാ. അതായത് എക്സാമിന് എങ്ങനെ എഴുതണം എല്ലാ രീതിയിലും പറഞ്ഞു നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ടീച്ചറാണ്. സംഗീത മാം ആയിരുന്നാലും അങ്ങനെയാണ്. സംഗീത മാം നമുക്ക് ക്ലാസ്സിൽ വന്ന വരിക, മാമിന് എന്താണോ ടോപ്പിക്ക് കൊടുത്തിട്ടുള്ളത് മാം അത് ക്ലിയർ ആയിട്ട് പഠിപ്പിക്കുക, അത് മാത്രം ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയാം, അങ്ങനെയൊക്കെ ഉള്ളതാണ് സംഗീത മാം. മാം എങ്ങനെ ഇതിലേക്ക് വന്നെന്ന് ഞാനങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം. പക്ഷെ ഇങ്ങനെ നമ്പർ ലതാ മാമിന്റെ വന്നേ, മാം ഇങ്ങനെ മാമിന്റെ ഫോണിൽ OTP സ്ക്രീൻഷോട്ട് OTP കോൾസ് എല്ലാം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അന്നാ ഞാൻ ഈ കാര്യം അറിയുന്നത്.